Hello my dear student, 2025 JEE അഡ്വാൻസിലെ പേപ്പർ 2 മാത്തമാറ്റിക്സ് ഡിസ്കസ് ചെയ്യാം. പേപ്പർ 2-ലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഏകദേശം 9 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y of x be a solution of the differential equation. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, x square dy by dx plus xy is equal to x square plus y square. y of 1 equal to 0 തന്നിട്ടുണ്ട്, c യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. then the value of 2 into y of e the whole square by y of e square. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സി ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ കംപ്ലീറ്റ് എക്സ് സ്ക്വയർ കൊണ്ട്, അല്ലെങ്കിൽ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാം. എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് ഹോമോജീനിയസ്. ഡിഗ്രി 2 1 + 1 2 2 2 2. ഇപ്പോൾ ഡിഗ്രി 2 വരുമ്പോൾ എല്ലാം ഹോമോജീനിയസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? y ഈക്വൽ ടു വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. dy by dx ഈക്വൽ ടു v പ്ലസ് എക്സ് ഇൻറ്റു dv by dx എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഹോമോജീനിയസ് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യും. ഞാൻ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുവാണ്. കംപ്ലീറ്റ് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ dy by dx ഈക്വൽ ടു, ഇവിടെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇതിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y by x ദി ഹോൾ സ്ക്വയർ കിട്ടും. ഇത് റൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പം മൈനസ് എക്സ് ബൈ വൈ ആയി, മൈനസ് എക്സ് വൈ ആയി. അതിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് വൈ ബൈ എക്സ് എന്നും കിട്ടും. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ ബൈ എക്സിന് പകരം ഞാൻ വി കൊടുത്തു. വൈ ബൈ എക്സ് വി അല്ലേ നോക്കി, വൈ ഈക്വൽ ടു വി എക്സ്, വൈ ബൈ എക്സ് ഈക്വൽ ടു വി മൈനസ് വി. ഈ വി റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ മൈനസ് 2v വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? 1 മൈനസ് വി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, വി മൈനസ് 1 ദി ഹോൾ സ്ക്വയർ, വി മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് റൈറ്റിലേക്ക് എന്ന് കഴിയുമ്പോൾ വി മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതും. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഡി വി ബൈ വി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇന്റഗ്രേഷൻ നടത്താം. ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ എന്ത് കിട്ടും? വി ഗെറ്റ് 1 ബൈ വി മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ വി മൈനസ് 1 ഹോൾ റേസ് ടു മൈനസ് 2 വരും. വി മൈനസ് 1 ഹോൾ റേസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 1 വരും. അങ്ങനെ 1 ബൈ മൈനസ് 1 ബൈ വി മൈനസ് 1 വരും. സീക്വൽ ടു എൽ എൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടും. എൽ എൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടും. വിക്ക് പകരം നമ്മൾ വൈ ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ, വിക്ക് പകരം വൈ ബൈ എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എന്ത് കിട്ടും? വൈ മൈനസ് എക്സ് ബൈ എക്സ് വരും. അപ്പോൾ മൈനസ് എക്സ്, ഞാനത് പ്ലസ് ആക്കുവാണ്, പ്ലസ് എക്സ് ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എൽ എൻ എക്സ് പ്ലസ് സി. ഞാൻ രണ്ട് സ്റ്റെപ്പുകൾ ചെയ്തു. ഒന്ന്, വിക്ക് പകരം വൈ ബൈ എക്സ് കൊടുത്തു. അപ്പോൾ എൽ സി എം കണ്ടു കഴിയുമ്പോൾ വൈ മൈനസ് എക്സ് ബൈ എക്സ് വരും. ആ എക്സ് ന്യൂമറേറ്ററിൽ ചെന്നു, മൈനസ് അകത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് എക്സ് മൈനസ് വൈ എന്നായി. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്യണം. എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ? എക്സിന് 0യും വൈക്ക് 1, എക്സിന് 1ഉം വൈക്ക് 0യും, വൈ ഓഫ് 1 ഈക്വൽ ടു 0. വൈക്ക് 0യും എക്സിന് 1ഉം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1 ബൈ 1 ഈക്വൽ ടു 0 പ്ലസ് സി എന്ന് വരും. എക്സിന് 1 കൊടുക്കുമ്പോൾ ലോഗ് 1 0. സോ സി ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മുടെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് എക്സ് ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എൽ എൻ എക്സ് പ്ലസ് 1 എന്നാണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് y ഇവാലുവേറ്റ് ചെയ്യാം. എക്സ് ബൈ എൽ എൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് വൈ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബൈ 1 പ്ലസ് എൽ എൻ എക്സ്
എന്ന് കിട്ടും. ദാറ്റ് ഈസ് y. ഇതാണ് y കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y ഓഫ് ഇയും കണ്ടുപിടിക്കണം, y ഓഫ് ഇ സ്ക്വയറും കണ്ടുപിടിക്കണം. y ഓഫ് ഇ ആൻഡ് y ഓഫ് ഇ സ്ക്വയർ. അപ്പോൾ എക്സിന് ഇ കൊടുത്താൽ y ഓഫ് ഇ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഇൻ എക്സ്, y ഓഫ് എക്സ്, ഇ മൈനസ് ഇ ബൈ 2 എന്ന് വരും. ഇ മൈനസ് ഇ ബൈ 2 ശരിയല്ലേ? ln ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ln ഓഫ് ഇ എന്ന് പറയുമ്പോൾ 2 വരും, 1 വരും. ln ഓഫ് ഇ 1 ആണ്, 1 + 1 2 കിട്ടും. ഇപ്പം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ ബൈ 2 എന്ന് കിട്ടും. ഇനി എക്സിന് ഇ സ്ക്വയർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് y ഓഫ് ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ബൈ ln ഓഫ് ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ 1 + 2 3 കിട്ടും. LCM കണ്ടു കഴിഞ്ഞാൽ 2/3 ഇ സ്ക്വയർ എന്നും കിട്ടും. ഇനി ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമ്മുടെ ആൻസറിലേക്ക് വരാൻ വേണ്ടിയിട്ട് 2 × y ഓഫ് ഇ ദ ഹോൾ സ്ക്വയർ, ഇതാണ് y ഓഫ് ഇ, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇ സ്ക്വയർ ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ y ഓഫ് ഇ സ്ക്വയർ. y ഓഫ് ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2/3 ഇ സ്ക്വയർ വരും. 2/3 ഇ സ്ക്വയർ. ഇ സ്ക്വയർ ക്യാൻസൽഡ്. 2/4 is 1/2. 1/2 by 2/3. That is 3/4. Answer is 3/4. 3/4 is answer 0.275. 3/4 എന്ന് പറയുമ്പോൾ ആൻസർ ആൻസർ is 0.75. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ഹോമോജീനിയസ് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. y = vx സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, y കണ്ടുപിടിക്കുന്നു, c കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, y എഴുതുന്നു, അതിനുശേഷം എക്സിന് ഇ കൊടുക്കുന്നു, എക്സിന് ഇ സ്ക്വയർ കൊടുക്കുന്നു, x = e ആൻഡ് x = e സ്ക്വയർ കൊടുക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, ആൻസർ 0.75 എന്ന് കിട്ടുന്നു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇത് ബൈനോമിയൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. a0, a1, etc. a23 ആർ റിയൽ നമ്പേഴ്സ്. 1 + 2/5x whole raised to 23 is equal to our expansion തന്നിട്ടുണ്ട്. Sigma I is equal to 0 to 23 ai x raised to I. For every real number x, a r be the largest among the numbers aj, then value of r. അതായത് ബൈനോമിയൽ എക്സ്പാൻഷനകത്ത് ലാർജസ്റ്റ് ടേം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലാർജസ്റ്റ് ടേം, ഗ്രേറ്റസ്റ്റ് ടേം. ഗ്രേറ്റസ്റ്റ് ബൈനോമിയൽ കോഎഫിഷ്യന്റ് അല്ല. ഗ്രേറ്റസ്റ്റ് ബൈനോമിയൽ കോഎഫിഷ്യന്റ് നിങ്ങൾക്ക് അറിയാം, NCR ൽ n ഈവൻ ആണെങ്കിൽ r = n/2 n ഓഡ് ആണെങ്കിൽ r = n ± 1/2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ബൈനോമിയൽ കോഎഫിഷ്യന്റ് ആണ് ഗ്രേറ്റസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത്. 2 മെത്തേഡുകളുണ്ട്. ഞാനിപ്പോ ഒരു മെത്തേഡ് പറയാം. അതായത് ax + by the whole raised to n. ax + by the whole raised to n. ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ടേം m ഇവാലുവേറ്റ് ചെയ്യും. m എന്ന് പറയുന്നത് എന്താണ്? ഇത് എക്സ്പാൻഡ് ചെയ്താൽ n + 1 ഉണ്ടാവും. n + 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡുലസ് ഓഫ്, സൈൻ കൺസിഡർ ചെയ്യേണ്ട, പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും വേണ്ട, നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ആണ് ആവശ്യം വരുന്നത്. മോഡുലസ് ഓഫ് ഫസ്റ്റ് ടേം ബൈ സെക്കൻഡ് ടേം, അതായത് ax / by. ഇതായിരിക്കും m എന്ന് പറയുന്നത്. ദിസ് m ലൈസ് ബിറ്റ്വീൻ r ആൻഡ് r - 1. ഓക്കെ, അപ്പോൾ m ഒരു ഇന്റിജർ ആണ്. അപ്പോൾ r നും r - 1 ഇടയിലുള്ള വാല്യൂ ആയിരിക്കും m ന് എടുക്കുന്നത്. ഓക്കെ, സോറി, r ലൈസ് ബിറ്റ്വീൻ m ആൻഡ് m - 1. m അല്ല, r അല്ല, m ലൈസ് ബിറ്റ്വീൻ, അല്ലേ? സോറി, r ലൈസ് ബിറ്റ്വീൻ, എനിക്ക് എഴുതിയത് മാറിപ്പോയി. r എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ m ആൻഡ് m - 1, അല്ലെങ്കിൽ m ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എടുക്കുന്നു എന്ന് വിചാരിച്ചാലും മതി, m ആൻഡ് m - 1. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്താൽ ശരിക്കും കിട്ടുന്നത് 1 + 2/5x the whole raised to 23. അവർ പറഞ്ഞിരിക്കുന്നു a0 + a1x + a2x² etc.
A23 x⁻23. ഇതാണ് അവർ എക്സ്പാൻഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കോഎഫിഷ്യന്റ്, അപ്പൊ എക്സിന് നമുക്ക് 1 കൊടുക്കാം. ARനെ കുറിച്ചാണ് പറയുന്നത്. AR ഇതിനോട് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന ആ കോഎഫിഷ്യന്റ് ന്യൂമറിക്കൽ വാല്യൂ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ m എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്നത് n+1, n23 ആണ്. 23 + 1 by 1 plus modulus ax by by. അത് ഫസ്റ്റ് ടൈം ഇവിടെ 1 ആണ്. 1 divided by 2/5x. അപ്പൊ നമുക്ക് എക്സിന് 1 എന്ന് കൊടുക്കാം. കാരണം നമുക്ക് ആവശ്യം ഈ കോഎഫിഷ്യന്റ് മാത്രം മതി. ബൈനോമിയൽ കോഎഫിഷ്യന്റ് അല്ല, അതിനോട് ചേർന്ന് നിൽക്കട്ടെ. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ we get 24 divided by 1 plus 5/2 which is equal to 48/7. 48/7 എന്ന് പറയുമ്പോൾ 6 something. 6.9 എടുത്തു വന്നിരിക്കട്ടെ. 6. So R lies between 6.9 less than or equal to 5.9. അതായത് 6 point something-നും 5 point something-നും ഇടയിലായിരിക്കും. That is R is equal to 6. അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് m എടുത്താലും മതി. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് m R is equal to 6 എന്ന് കിട്ടും. അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? വാല്യൂ ഓഫ് R ആണ് ചോദിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് R is 6. ഇനി വേറെ മെത്തേഡ് TR+1/TR അങ്ങനെയും ചെയ്യാറുണ്ട്. നിങ്ങൾ ഗ്രേറ്റസ്റ്റ് ബൈനോമിയൽ നോട്ട് ബൈനോമിയൽ കോഎഫിഷ്യന്റ്, ഗ്രേറ്റസ്റ്റ് ടേം ലാർജസ്റ്റ് ടേം കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി കാറ്റഗറിയിൽ തന്നെ ഈ ക്വസ്റ്റ്യനെ നമുക്ക് പെടുത്താം. അടുത്തത് പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ബേസ് തിയറത്തിന്റെ കൺസെപ്റ്റ് ആയിരിക്കും വരുന്ന ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ചു നോക്കാം. ഫാക്ടറി ഹാസ് ടോട്ടൽ 3 മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് M1, M2, M3 3 യൂണിറ്റ് ഉണ്ട്. വിച്ച് പ്രൊഡ്യൂസ് ബൾബ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. The units M1, M2, M3 produces bulbs in the proportion 2:2:1. 2:2:1 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് ഇവര് ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2x അങ്ങനെ എടുക്കാം. ഇപ്പോ ഞാൻ M1, M2, M3 2:2:1 ആണ്. ഞാനതൊരു 100 അങ്ങനെ എടുക്കുന്നു. എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. 2:2:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ വരുന്നത് 500 ആയിരിക്കും അല്ലെ? ടോട്ടൽ 500 വരും. P ഓഫ് M1 എന്ന് പറഞ്ഞാൽ 2/5 വരും. ഇത് തന്നെയായിരിക്കും P ഓഫ് M2-നും. ബട്ട് P ഓഫ് M3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മാനുഫാക്ചറിംഗ് M3 ചൂസ് ചെയ്യണമെങ്കിൽ അത് 1/5 ആയിരിക്കും. 1/5. ഓക്കെ. P ഓഫ് M1, P ഓഫ് M2 അത്രയും കാര്യങ്ങൾ എഴുതി റെസ്പെക്റ്റീവ്ലി. ഇറ്റ് ഈസ് നോൺ ദാറ്റ് 20% ഓഫ് ദ ബൾബ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫാക്ടറി ആർ ഡിഫക്റ്റീവ്. ടോട്ടൽ 500 ഉണ്ട്. ടോട്ടൽ ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ 500 എണ്ണം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ എടുത്തു. അതിന്റെ 20% ഡിഫക്റ്റീവ് ആണ്. 20% ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ എത്ര എണ്ണം? 100. അതായത് 500 എണ്ണം പ്രൊഡ്യൂസ് ചെയ്താൽ അതിനകത്ത് 100 ഡിഫക്റ്റീവ് ആണ്. 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്താൽ അതിനകത്ത് 20 ഡിഫക്റ്റീവ് ആയിരിക്കും. 20% ഡിഫക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് 40-40-20 എന്ന് എടുക്കാം. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 40-40-20 എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 100 വരും. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി 20% ടോട്ടൽ അങ്ങനെയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ദാറ്റ് ഓൾ ദ ബൾബ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ M1 പ്രൊഡ്യൂസ് ചെയ്യുന്നത് 200 ബൾബാണ്. അതിനകത്ത് 15% ഡിഫക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ ഡിഫക്റ്റീവിനെ D എന്ന് വിളിക്കും കേട്ടോ. D എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. D എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ it is known that all the bulb produced by M1 15% defective. അപ്പോൾ M1 ബൾബ് പ്രൊഡ്യൂസ് ചെയ്തതിൽ 15% ഡിഫക്റ്റീവ് ആണ്. M1 പ്രൊഡ്യൂസ് ചെയ്തു, അതിനകത്ത് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 200 ആണ്. അതിന്റെ 15%.
അതായത് 30 ഡിഫക്റ്റീവ് ആണ് M1നെ സംബന്ധിച്ചിടത്തോളം. M1 പ്രൊഡ്യൂസ് ചെയ്തു, അതിനകത്ത് 15% ഡിഫക്റ്റീവ് ആണ്. സപ്പോസ് ദാറ്റ് ഇഫ് യു റാൻഡംലി ചോസൺ ബൾബ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫാക്ടറി ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്, അത് ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടു, ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടു, അത് M2 പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/5 ആണ്, അല്ലെ? അടുത്ത സെന്റൻസ് നോക്കുക. ഇഫ് ദ റാൻഡംലി ചോസൺ ബൾബ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫാക്ടറി ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് അവിടെ സംഭവിച്ചു, അത് M2 ആവാനുള്ള പ്രോബബിലിറ്റി 2/5 ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? എ ബൾബ് ഈസ് ചോസൺ റാൻഡംലി ഫ്രം ദ ബൾബ് പ്രൊഡ്യൂസ്ഡ് ബൈ M3 പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഡിഫക്റ്റീവ്, അത് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാനത് എക്സ് എന്ന് എടുക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ M3യുടെ ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത എക്സ് എന്ന് എടുത്തു. അപ്പോ ശരിക്കും P ഓഫ് M3 ഞാൻ ചൂസ് ചെയ്തു. M3 ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M3 എന്ന് പറയുമ്പോൾ x/100 ആയിരിക്കും, ശരിയല്ലേ? x/100, ടോട്ടൽ 100 ആണ്, അതിനകത്ത് എക്സ് ഡിഫക്റ്റീവ് എന്നെടുക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് M1ന് ഡിഫക്റ്റീവ് അറിയാം, M3 ഡിഫക്റ്റീവ് അറിയാം. ഇതിന്റെ പ്രോബബിലിറ്റി അല്ലാട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. പ്രോബബിലിറ്റി എഴുതുമ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ 200, അല്ലെ? കാരണം M1 മൊത്തം 200 ഉണ്ട്, അതിനകത്ത് 30 ആണ് ഡിഫക്റ്റീവ് ആവും. സി, ഇനി പ്രോബബിലിറ്റി ഓഫ് D ഗിവൺ M2ലേക്ക് വരണമെങ്കിൽ നോക്കൂ, നമുക്ക് M1നെ സംബന്ധിച്ചിടത്തോളം 30 ഡിഫക്റ്റീവ് ആണ്, M3യെ സംബന്ധിച്ചിടത്തോളം എക്സ് ഡിഫക്റ്റീവ് ആണ്, അല്ലെ? M3യെ സംബന്ധിച്ചിടത്തോളം എക്സ് ഡിഫക്റ്റീവ് ആണ്. M2നെ സംബന്ധിച്ചിടത്തോളം എത്രയെന്ന് അറിയില്ല, ടോട്ടൽ 100 ആണ്. ഞാൻ നമ്പർ പറഞ്ഞതാട്ടോ, ടോട്ടൽ 100 ഡിഫക്റ്റീവ് ആണ്. M1ന് 30, M1ന് 30 ഡിഫക്റ്റീവ് ഉണ്ട്. ദെൻ M2നെ സംബന്ധിച്ചിടത്തോളം എത്രയെന്ന് അറിയില്ല. അപ്പൊ M2 എന്ന് പറയുന്നത്, ഇത് റൈറ്റിലേക്ക് പോയാൽ 70 - x ആണ് M2ന് ഡിഫക്റ്റീവ്. ഇതിനകത്ത് M1 എന്ന് എഴുതിയാലും മതി. M1 ഡിഫക്റ്റീവ് ആവുന്നത്, M1 ഡിഫക്റ്റീവ് ആവുന്നതാണ് M2 ഇതാണ്. ഇനി നമുക്ക് ഫോർമുലയിലേക്ക് വന്നാൽ നമുക്ക് M2 ഗിവൺ D അറിയാം. P ഓഫ് M2 ഗിവൺ D, P ഓഫ് M2 ഗിവൺ D എത്രയെന്ന് അറിയാം. M2 ഗിവൺ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എഴുതുമ്പോൾ P ഓഫ് M2 ഇൻറ്റു P ഓഫ് D ഗിവൺ M2 ബൈ P ഓഫ് D ഗിവൺ M2 ബൈ P ഓഫ് M1 ഇൻറ്റു P ഓഫ് D ഗിവൺ M1 പ്ലസ് P ഓഫ് M2 ഇൻറ്റു P ഓഫ് D ഗിവൺ M2 പ്ലസ് P ഓഫ് M3 ഇൻറ്റു P ഓഫ് D ഗിവൺ M3. M2 ഗിവൺ D എന്ന് പറയുന്നത് 2/5 ആണ്. 2/5 is equal to M2 കിട്ടാനുള്ള പ്രോബബിലിറ്റി 2/5 ആണ്. D ഗിവൺ M2 അതിന്റെ പ്രോബബിലിറ്റി വരുന്നത് 70 - x ആണ്. ഡിഫക്റ്റീവ് വരാനുള്ള സാധ്യത, അതിനകത്ത് പ്രോബബിലിറ്റി എഴുതുമ്പോൾ ടോട്ടൽ 200 ആണ് M2ൽ വരുന്നത്, ഡിവൈഡഡ് ബൈ ഇത് M1ന്റെ കേസ് M1 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 2/5 ആണ്. M1 ഡിഫക്റ്റീവ് വരുന്നത് 30 ആണ്, അപ്പൊ 30/200 എഴുതുന്നു. പ്ലസ് M2ന്റെ കേസ് വരുന്നത് 2/5 ഇൻറ്റു 70 - x/200 വരും. പ്ലസ് M1ന്റെ കേസ് ആട്ടോ, M3യുടെ കേസ് ലാസ്റ്റ് എഴുതുന്നു. ഇത് M1, ഇത് M2. M3യുടെ കേസ് എഴുതി കഴിഞ്ഞാൽ M3 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/5 ആണ്. M3യുടെ ഡിഫക്റ്റീവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? M3യുടെ ഡിഫക്റ്റീവ് x/100 ആയിരിക്കും, അല്ലെ? M3യുടെ ഡിഫക്റ്റീവ് x/100 ആയിരിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും നോക്കാം. ഈ 5 കട്ട് ചെയ്ത് പോയി,
ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു 2 ഇട്ട് കഴിഞ്ഞാൽ 200 കട്ടായി പോയി. ന്യൂമറേറ്ററിൽ 2 കട്ടായി പോയി. ബാക്കി വരുന്നത് 2/5 = ന്യൂമറേറ്റർ 70 - x / 30 + 70 - x + x വരും. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് 2/5 = 70 - x / 100 വരും. ഇത് x കട്ടായി പോകുന്നു 100 വരും. ദാറ്റ് ഇംപ്ലൈസ് ഇത് കട്ട് ചെയ്ത് പോയിട്ട് 20 വരും. 40 = 70 - x വരും. x = 30 എന്ന് കിട്ടും. x = 30. സി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇഫ് എ ബൾബ് ഈസ് ചോസൺ റാൻഡംലി ഫ്രം ദ ബൾബ് ബൈ M3 then the probability that it is defective. അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ 30 ആണ് കിട്ടിയിരിക്കുന്നത് x. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 30/100 അല്ലെ? കാരണം നമ്മൾ എടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് M3 എന്ന് പറയുന്ന മാനുഫാക്ചറിങ് ടീം 100 ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് 100ൽ 30 ഡിഫക്റ്റീവ് എന്ന് കിട്ടി. സോ അതിന്റെ പ്രോബബിലിറ്റി പറയുമ്പോൾ 30/100. ആൻസർ ഈസ് 0.3. That's the correct answer. Answer is 0.3. ഓക്കെ. പ്രോബബിലിറ്റിയിൽ ബേസ് തിയറം അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം അപ്ലൈ ചെയ്ത് വേണേൽ ചെയ്യാം. ഇത് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം അപ്ലൈ ചെയ്ത് ചെയ്യാം. ഇതിങ്ങനെ 200 എടുക്കുന്നതിന് നല്ലത് 40 അങ്ങനെ ഏതെങ്കിലും എടുക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും വെക്ടറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് വൈ ഇസഡ് തന്നിട്ടുണ്ട് ഫോർ 2 ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ, ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ഇസഡ്. ഈ 3 വെക്ടർ കോ പ്ലെയിനാർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എക്സ് വൈ ഇസഡ് കോ പ്ലെയിനാർ നമ്മൾ പഠിക്കുന്നുണ്ട്. എക്സ് വൈ ഇസഡ് കോ പ്ലെയിനാർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ബോക്സ് എക്സ് വൈ ഇസഡ് 0 ആയിരിക്കും. ബോക്സ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. കോപ്ലൈനാർ ഡിറ്റർമിനന്റ് ആൽഫ ബീറ്റ -1, ആൽഫ ബീറ്റ -1 എല്ലാ സ്റ്റേറ്റ് സെയിം ആണ്. ആൽഫ ബീറ്റ -1 ആൽഫ അല്ലല്ല സോറി ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിക്കണേ. എക്സ് വൈ ഇസഡ് അതൊക്കെ എക്സ് വൈ ഇസഡ്. ഇവിടെ എക്സിന്റെ വരുന്നത് -1 ആണ് കേട്ടോ. വൈ എക്സിന്റെ പിന്നെ വൈയുടെ വരുന്നത് ആൽഫയാണ്, ഇസഡിന്റെ വരുന്നത് ബീറ്റയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇസഡിലേക്ക് വന്നാൽ എക്സിന്റെ വരുന്നത് ബീറ്റയാണ്, വൈയുടെ വരുന്നത് -1ഉം ഇസഡിന്റെ വരുന്നത് ആൽഫയും. സീക്വൽ ടു 0 എന്ന് എടുക്കുന്നു. ഫസ്റ്റ് റോ വെച്ച് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ മൈനസ് ബീറ്റ ഇൻറ്റു മൈനസ് ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ -1 into 1 minus alpha beta. 1 minus alpha beta is equal to 0. Okay. Bracket open ചെയ്താൽ alpha cube plus alpha beta plus alpha beta plus beta cube -1 plus alpha beta is equal to 0. Next step നമുക്ക് എഴുതാം. alpha cube പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് 3 ആൽഫ ബീറ്റ -1 സീക്വൽ ടു 0. ഇവിടം വരെ കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ഐഡന്റിറ്റി മറ്റൊന്നുമല്ല, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് -3abc ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു a square plus b square plus c square minus ab minus bc minus c. സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ഇതിനകത്ത് നമ്മൾ ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ഇഫ് എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ച് എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു 3abc. അതായത് ഇത് 0 വന്നു കഴിഞ്ഞാൽ ഇത് റൈറ്റിലേക്ക് പോയി 3abc നേരെ തിരിച്ചു. അപ്പൊ ഇവിടെ നമ്മളത് റിവേഴ്സ്
രീതിയിൽ അപ്ലൈ ചെയ്യും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് -1 ക്യൂബ്. ഏത്? ഈ -1നെ -1 ക്യൂബ് എന്ന് എടുത്തു. സീക്കൽ ടു 3 -3 ആൽഫ ബീറ്റ എന്ന് വരും. 3 ഇൻറ്റു ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു -1 എന്ന് എടുത്തു. ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ -3 ആൽഫ ബീറ്റ എന്ന് എടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കി, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് സീക്കൽ ടു 3abc എന്നല്ലേ വന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a പ്ലസ് ബി പ്ലസ് സി 0 എന്ന് എഴുതാൻ പറ്റും. a പ്ലസ് ബി പ്ലസ് സി 0 മീൻസ് നേരെ റിവേഴ്സ് അപ്ലൈ ആണ്. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് -1 സീക്കൽ ടു 0. a പ്ലസ് ബി പ്ലസ് സി 0 വരും. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്ത് കിട്ടി? 1. ആൽഫ പ്ലസ് ബീറ്റ എന്ത് കിട്ടി? 1. എന്താണ് ക്വസ്റ്റ്യൻ? ആൽഫ പ്ലസ് ബീറ്റ -3. ആൽഫ പ്ലസ് ബീറ്റ -3 എന്ന് പറഞ്ഞാൽ 1 - 3 which is -2. 1 - 3 which is -2. So answer become -2. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻ. ലൈസിനെ പ്ലെയിൻ എന്ന് പറയുന്നു, കോപ്ലൈനാറിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, പിന്നെ നേരത്തെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഒരു ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വെക്ടറിൽ നിന്ന് ചോദിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. വീണ്ടും കോംപ്ലക്സ് നമ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഫോർ എ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ഇസെഡ്, ആർഗ്യുമെന്റ് ഓഫ് ഇസെഡ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ്. അത് -π π ഇടയ്ക്കാണ്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അതൊക്കെ അറിയാം. ആൽഫ ഇസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് സിഗ്മ n ഈക്വൽ ടു 1 to 2025 ഒമേഗ മൈനസ് ഒമേഗ റൈസ് ടു n ദെൻ 3 ആൽഫ ബൈ പൈ. അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒമേഗയിൽ സ്റ്റാർട്ട് ചെയ്യാം. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഒമേഗ നമ്മൾ പഠിച്ചിട്ടുണ്ട്. -1 പ്ലസ് i √3/2 ആണ് ഒമേഗ എന്ന് പറയുന്നത് അല്ലെ. ആൽഫ ഇവാലുവേറ്റ് ചെയ്യാം. ആൽഫ എന്ന് പറയുന്നത് ഇത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക്. സിഗ്മ n ഈക്വൽ ടു 1 to 2025 ഈക്വൽ ടു എന്നിന് 1 കൊടുക്കുമ്പോൾ -ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ റൈസ് ടു 4 മൈനസ് എക്സെട്ര ഇങ്ങനെ പോവുകയാണ്. എക്സെട്ര ഇങ്ങനെ പോകുന്നു. വാല്യൂ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ റൈസ് ടു 4 പ്ലസ് ഒമേഗ റൈസ് ടു 6. അങ്ങനെ ലാസ്റ്റ് ടൈം ഒമേഗ റൈസ് ടു 2024. ഈവൻ ടൈമുകളെല്ലാം എടുത്തെടുക്കുന്നു. മൈനസ് ഔട്ട്സൈഡ് എടുത്തിട്ട് ഒമേഗ പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ റൈസ് ടു 5. ലാസ്റ്റ് ടൈം ഒമേഗ റൈസ് ടു 2023. ഓക്കെ, സോറി 25 ഉണ്ട്. 25 ഈ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് 2025. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ടോട്ടൽ 2025 ടേംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് 2025 എന്ന് പറയുമ്പോൾ 5 ടേം ഉണ്ടെങ്കിൽ 1, 3, 5 3 ഓട് 2 ഈവൻ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് എത്ര വരും? 1012 ഈവൻ ആയിരിക്കും. 1013 ഓടും ആയിരിക്കും. അപ്പൊ ടോട്ടല് 2025 ടോട്ടൽ നമ്പർ. ഓക്കെ, 1012 ഈവൻ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഒമേഗ എഴുതാം. കാരണം ഒമേഗ ക്യൂബ് വരെ 1 ആയി. പ്ലസ് ഒമേഗ റൈസ് ടു 6 1. ഒമേഗ റൈസ് ടു 3യുടെ മൾട്ടിപ്പിൾസ് 1 എന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി 1 പ്ലസ് ഒമേഗ സ്ക്വയർ എത്രയാണ്? 0. അപ്പൊ അതങ്ങനെ 0 ആവും. ഇവിടെ ടോട്ടൽ എത്ര ടേമുകൾ വരും? ടോട്ടല് 1012 ടേം വരും അല്ലെ. 1012 ടേമില് 1011 വരെ 0 ആയി പോകും. 1011 ടേംസ് ഈക്വൽ ടു 0 വരും. കാരണം അത് 3യുടെ മൾട്ടിപ്പിൾ, ഇത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. 3 ടേം വെച്ചാണ് 0 ആയി പോകുന്നത്. അപ്പൊ ബാക്കി ഒരു ടേം ഉണ്ടാവും. അതിപ്പോ ലാസ്റ്റ് എടുത്താലും ഫസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുന്ന മാത്രം. ലാസ്റ്റത്തെ ഫസ്റ്റോടെ നിർത്തിയിട്ട് ബാക്കിയുള്ള 1011 0 ആയി പോകുന്നു.
ഫസ്റ്റ് ടൈം അവിടെ ബാക്കിയുണ്ട് ഒമേഗ സ്ക്വയർ. ലാസ്റ്റ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഒമേഗ റേസ് ടു 2022 വരെ 0 വരും. ബാക്കി ഒമേഗ സ്ക്വയർ വരും എന്ന് അല്ല, അത് 1 ആയി പോകും. ബാക്കി ഒമേഗ സ്ക്വയർ വരും എന്ന് വിചാരിച്ചാൽ മതി. മൈനസ് ഈ ടൈമിലേക്ക് വന്നാൽ ഇത് തന്നെ സംഭവിക്കും. ഇത് ഒമേഗ, ഇത് 1, ഇത് ഒമേഗ സ്ക്വയർ അല്ലെ, ഒമേഗ ക്യൂബ് വരെ 1 വരും. അപ്പൊ അത് 0 ആയി പോകും. ഇതിനകത്ത് എത്ര ടേമുകൾ ഉണ്ടാവും? ഇതിനകത്ത് ഞാൻ പറഞ്ഞത് 1013 ടേംസ് ഉണ്ട്. 1013 ടേംസിൽ 1011 ടേംസ് എന്തായി പോകും? 0 ആയി പോകും. ബാക്കി 2 ടേം ബാക്കി ഉണ്ടാവും. 2 ടേം, അതിപ്പോ ലാസ്റ്റ് എടുത്താലും ഫസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. ആ 2 ടേം എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഒമേഗ അല്ലെങ്കിൽ ഒമേഗ പ്ലസ് 1. ലാസ്റ്റ് 2 ടൈം എടുക്കുവാണെങ്കിൽ 2025 വരുമ്പോൾ അതെന്ത് വരും? 2020 എത്രയാണ്? 24 വരെ അല്ലെ? അല്ല, 25 ഇത് 1 ആയി പോകും. ഇത് 1 ആയി പോകും. അതിന്റെ തൊട്ട് ബാക്കിയുള്ള ടൈം എന്ന് പറയുമ്പോൾ ഒമേഗയും വരും. അപ്പൊ 1 പ്ലസ് ഒമേഗ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യും? വീണ്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ള സിമ്പിൾ റിസൾട്ട് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണ്? 0 ആണ്. അപ്പൊ 1 പ്ലസ് ഒമേഗയ്ക്ക് പകരം എന്തെടുക്കാം? 1 പ്ലസ് ഒമേഗയ്ക്ക് പകരം മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇട്ടു. സോ ആൻസർ ഈസ് 2 ഒമേഗ സ്ക്വയർ. 2 ഒമേഗ സ്ക്വയർ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. 2 ഒമേഗ സ്ക്വയർ. 2 ഒമേഗ സ്ക്വയർ. ശ്രദ്ധിക്കൂ, 2 ഒമേഗ സ്ക്വയർ. അപ്പൊ 2 ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 into ഒമേഗ സ്ക്വയർ ഈസ് -1 മൈനസ് I√3/2. 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 2 ഒമേഗ സ്ക്വയർ ഈസ് -1 മൈനസ് I√3. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ഓഫ്, ഇതിന്റെ ആർഗ്യുമെന്റ് ആണ്. അതാണ് ക്വസ്റ്റ്യൻ. ആൽഫ ഇസ് ദ ആർഗ്യുമെന്റ് ഓഫ് വാട്ട്? ആൽഫ ഇസ് ദ ആർഗ്യുമെന്റ് ഓഫ് -1 മൈനസ് I√3 which is equal to, നിങ്ങൾക്കറിയാം -1 മൈനസ് I√3 എന്ന് പറയുമ്പോൾ അത് എവിടെ വരും? തേർഡ് ക്വാഡ്രന്റിൽ വരും. തേർഡ് ക്വാഡ്രന്റിൽ ആർഗ്യുമെന്റ് എങ്ങനെ എഴുതുന്നത്? മൈനസ് ഓഫ് പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് y ബൈ എക്സ് √3/1 അല്ലെ? √3/1 മോഡ് y ബൈ എക്സ്. തേർഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് ആണ്, y നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. മൈനസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 3 tan inverse √3. That is -2π/3. -2π/3. Alpha is -2π/3. We got the answer. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3α/π ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു -2π/3 എന്ന് കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3α/π is equal to -2. So answer is -2. Another simple question. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുമായി കണക്ട് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് ചെയ്യുന്നു, ആർഗ്യുമെന്റ് കണ്ടുപിടിക്കുന്നു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഫംഗ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് വരുന്നുണ്ട്, കോമ്പോസിഷൻ വരുന്നുണ്ട്. എഫ് കോമ്പോസിറ്റ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ്, അതിന്റെ ഡെഫിനേഷൻ തന്നിരിക്കുന്നു. ജി ഇൻവേഴ്സ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ ജി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ജി ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ്. എഫ് ഓഫ് ജി ഇൻവേഴ്സ്. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ജി ഇൻവേഴ്സ് ആണ്. ഞാൻ ആ ഫംഗ്ഷൻ ഒന്ന് എഴുതാം. നമുക്ക് വേണ്ടത് ഒന്ന് എഫ് ഓഫ് എക്സ് അവർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് log x² + 2x + 4 ആണ്. പിന്നെ ജി ഓഫ് എക്സ് അവർ തന്നിട്ടുണ്ട് 4/1 + e⁻²x. എന്റെ ആദ്യത്തെ ഡ്യൂട്ടി ജി ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് കാണുക എന്നുള്ളതാണ്. കാരണം എഫ് കോമ്പോസിറ്റ് ജി ഇൻവേഴ്സ് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 2. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ശ്രദ്ധിച്ചോളൂ. y is equal to 4/1 - e⁻²x നടത്തു. ഓക്കെ, ഇതിനകത്ത് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നു. സെയിം 1 + e⁻²x is equal to 4/y എന്ന് കിട്ടുന്നു. e⁻²x is equal to 1 റൈറ്റിലേക്ക് പോയാൽ 4 - y by
y എന്ന് വരുന്നു, -1 റൈറ്റിലേക്ക് പോകുന്ന LCM കാണുന്നു. e⁻²x, e⁻²x അല്ല, e⁻²x എടുത്താൽ y/4 - y എന്ന് എഴുതുന്നു. റെസിപ്രോക്കൽ എടുത്തതാട്ടോ രണ്ട് സൈഡും. ഓക്കെ, ഇത് 1 എന്ന് എടുത്തു, അപ്പൊ ഇതും 1 എന്ന് എടുത്തു. ഓക്കെ, നേരെ തിരിച്ചിട്ടു. ഇതിനകത്ത് ലോഗരിതം കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x ln of y/4 - y കിട്ടി. x half of ln of y - 4y കിട്ടി. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന G ഇൻവേഴ്സ് x കിട്ടി. G ഇൻവേഴ്സ് x എന്ന് പറയുന്നത് half of ln of y/4 - y. അല്ല, x ആയതുകൊണ്ട് നമുക്കത് എക്സിന്റെ ടേമിലേക്ക് മാറ്റാം. x/4 - x. ഇതാണ് G ഇൻവേഴ്സ് x. ഇതിനെ ഞാൻ എളുപ്പത്തിന് ഒരു h of x എന്ന് വിളിക്കും കേട്ടോ. h of x. അപ്പൊ എനിക്ക് എന്റെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് t/dx ഓഫ് f കോമ്പോസിറ്റ് h of x ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. which is equal to d/dx of f of h of x composition differentiation, which is equal to ആദ്യം f dash of h of x into h dash x at x equal to 2. ഞാൻ ആ ഇൻവേഴ്സിന് പകരം h എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ f dash of h of 2 into h dash 2. f dash of h of 2 into h dash 2. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം h of 2 കണ്ടുപിടിക്കാം. h of 2 എന്ന് പറയുമ്പോൾ half into ln of 2 divided by 4 minus 2, that is 0. h of 2 0. അപ്പൊ ഇവിടെ f dash of 0 കിട്ടും അല്ലെ. എക്സിന് ഞാൻ 2 കൊടുത്തു, അപ്പൊ 2 divided by 4 minus 2 2 വരും, 2/2 1 വരും, log 1 0 കിട്ടും. ഇനി h dash x ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഹാഫ് ഇൻറ്റു log x മൈനസ് log 4 minus x എന്ന് എഴുതിയാൽ 1/4 minus x മൈനസ് 1/4 minus x ഇൻറ്റു -1 കിട്ടും. സോറി, 1/x പ്ലസ് 1/4 minus x എന്ന് എഴുതും. log a/b log a minus log b എന്ന് എഴുതിയിട്ട് ഡിഫറൻസിയേഷൻ നടത്തുന്നു. അപ്പൊ h dash of 2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് ഹാഫ് കിട്ടും, ദാറ്റ് ഈസ് 1 കിട്ടും. ആൻസർ ഈസ് ഹാഫ് ഇൻറ്റു ഹാഫ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് f dash 0 കിട്ടിയ ആൻസർ കിട്ടി. എഫിലേക്ക് വരാം. സി, ഇതാണ് എഫ്. നമുക്ക് f dash x കാണാം. f dash x കാണാം. f dash x 1/x² plus 2x plus 4 into 2x plus 2. 1/x² plus 2x plus 4 into 2x plus 2. f dash of 0. x-ന് 0 എടുത്തു കഴിഞ്ഞാൽ 2 divided by 0 plus 4 which is equal to 1/2. f dash of 0 1/2. So answer is 1/2 into 1/2 which is 1/4 which is 0.25. Another easy question. Answer become 0.25. Answer become 0.25. 0.25. 1/4 0.25. Okay. ക്വസ്റ്റ്യനിലെല്ലാം വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു, ഇൻവേഴ്സിന് വേറൊരു പേര് കൊടുത്തു എന്നുള്ള h of x, എന്നിട്ട് ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ. ഡയറക്റ്റ് മെത്തേഡാണോ ചെയ്തത്, വേറെ ഷോർട്ട് കട്ടുകളോ വേറെ ടെക്നിക്കുകളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇൻവേഴ്സ് സാധാരണ രീതിയിൽ തന്നെ കണ്ടുപിടിക്കുന്നു, ഡിഫറൻസിയേഷൻ നടത്തുന്നു, അപ്ലൈ ചെയ്യുന്നു. ഡയറക്റ്റ് മെത്തേഡ്. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, ടെലിസ്കോപ്പിക് സീരീസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഡിനോമിനേറ്ററിലെ ടേമുകൾ നോക്കൂ. 60, 61, 62, 63 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ആൽഫ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ്, sin 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. sin 1 ഡിഗ്രി ഇൻറ്റു ആൽഫ. കാരണം ഇവിടെ കൊസീക്കിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ന്യൂമറേറ്ററിൽ sin 1 ഡിഗ്രി
ബൈ സൈൻ 60 ഇൻറ്റു സൈൻ 61 വരും പ്ലസ് സൈൻ 1 ഡിഗ്രി ബൈ സൈൻ 62 ഇൻറ്റു സൈൻ 63 വരും പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്നു. ന്യൂമറേറ്റർ അടുത്ത ടൈം സൈൻ 1 ഡിഗ്രി ബൈ സൈൻ 118 ഇൻറ്റു 119 വരും. ഞാൻ ഈ 1 ഡിഗ്രി ഒരു കാര്യം ചെയ്യും, എന്ത് ചെയ്യും, 61 മൈനസ് 60 എന്നാക്കും. എന്നിട്ട് സൈൻ എ മൈനസ് ബി, ഈ 1നെ എങ്ങനെ മാറ്റും, 63 മൈനസ് 62 എന്നാണ്. എന്നിട്ട് സൈൻ എക്സ് മൈനസ് വൈ അപ്ലൈ ചെയ്യും. അപ്പൊ ഇതെങ്ങനെ വരും, സൈൻ 61 കോസ് 60, സൈൻ 61 കട്ടായി പോയി, കോസ് 60 ബൈ സൈൻ 60 കോട്ട് 60 വരും, കോട്ട് 60 മൈനസ് അടുത്തത് കോട്ട് 61 വരും. അടുത്ത ടൈം കോട്ട് 63 മൈനസ് കോട്ട് 62 ഇങ്ങനെ പോകും, പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. ഇതെങ്ങനെ ക്യാൻസൽ ആയി പോകും എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ഒന്ന് എഴുതാം, നോക്കൂ. കോട്ട് 60 മൈനസ് കോട്ട് 61 പ്ലസ് കോട്ട് 62 മൈനസ് കോട്ട് 63 പ്ലസ്. നേരത്തെ ഇതിങ്ങനെ കട്ടായി പോകാൻ, ഇത് അങ്ങനെ കട്ടാവില്ല, ടേമുകളും ഉണ്ടോ, 60 61 62 63 അങ്ങനെ പോകുന്നത്. അടുത്തത് കോട്ട് 64 മൈനസ് കോട്ട് 65 ഇങ്ങനെ വന്ന് കോട്ട് 88 മൈനസ് കോട്ട് 89, കോട്ട് 88 മൈനസ് കോട്ട് 89, കോട്ട് 90 മൈനസ് കോട്ട് 91 പ്ലസ് പ്ലസ് കോട്ട് 92 മൈനസ് കോട്ട് 93, ശരിയല്ലേ, 60 61 അങ്ങനെ പോകുന്നു. ഇതിങ്ങനെ വന്ന് വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് ടൈമിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ടൈം വരുന്നത് കോട്ട് 118 മൈനസ് കോട്ട് 119, അതിന് തൊട്ട് മുമ്പ് വരുന്നത് കോട്ട് 1116 മൈനസ് കോട്ട് 117. ഇനി ഇതെങ്ങനെയാണ് ക്യാൻസൽ ആവുന്നതെന്ന് വെച്ചാല് ശ്രദ്ധിച്ചോളൂ. ഈ കോട്ട് 119 എടുത്തു എന്നിരിക്കട്ടെ, കോട്ട് 119, കോട്ട് 119 ഞാൻ ഇവിടെ എഴുതാം. കോട്ട് 119നെ കോട്ട് 180 മൈനസ് 61 എന്ന് എഴുതാം. കോട്ട് 180 മൈനസ് 61 ശരിയല്ലേ, 120 ആകുമ്പോൾ 60 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് 61 വരും അല്ലേ. ഈ മൈനസും മൈനസോടെ വരുമ്പോൾ ഇവിടെ പ്ലസ് കോട്ട് 61 എന്ന് കിട്ടും, ഈ മൈനസും. അപ്പൊ ഈ കോട്ട് 61 ഈ മൈനസ് കോട്ട് 61 കട്ടായി പോയി. അതുപോലെ തന്നെ ഓരോ ടൈമും കോട്ട് 118 എടുത്തു എന്നിരിക്കട്ടെ, അതിനെ ഞാൻ കോട്ട് 180 മൈനസ് 62 എടുത്തു, 62 ദാറ്റ് ഈസ് മൈനസ് കോട്ട് 62 വരും. അപ്പൊ ഇവിടെ മൈനസ് കോട്ട് 62 വരും. അപ്പൊ ഈ കോട്ട് 62 ഈ കോട്ട് 62 കട്ടായി. ഇങ്ങനെ ഓരോന്ന് കട്ടാവും. ഇനി ഈ മിഡിലെ ടൈം എഴുതാൻ കാരണം ഇപ്പൊ കോട്ട് 93 എടുത്തു, കോട്ട് 93യെ കോട്ട് 180 മൈനസ് 92 93 എത്ര എടുക്കണം, 87 എടുക്കാം. 93 91 കാണിച്ചു തരാം, അതായിരിക്കും, അതല്ല ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാട്ടോ. കോട്ട് 91നെ 89 എടുക്കാം.
ദാറ്റ് ഈസ് മൈനസ് കോട്ട് 89. അപ്പൊ മൈനസ് ഇത് പ്ലസ് കോട്ട് 89 ആവും. ഏത്? ഈ മൈനസോടെ വരുമ്പോ. അപ്പൊ അത് കട്ടായി. ഇങ്ങനെ ഇതെല്ലാം കട്ടായി പോകും. 93യും 87 ഇവിടെ കട്ടായി പോകും. 92 88 കട്ടായി പോകും. അവസാനം കട്ട് ചെയ്ത് പോകാത്ത 2 ടേം ഉണ്ടാവും. ഏതൊക്കെയാന്ന് പറയാമോ? 2 ടേം. ഒന്നിത്. So we get ആൽഫ ഇൻറ്റു സൈൻ 1 ഡിഗ്രി എന്ന് പറയുന്നത് കോട്ട് 60 മൈനസ് അല്ല പ്ലസ് തന്നെയാണ് അല്ലേ, പ്ലസ് കോട്ട് 90. ബാക്കിയെല്ലാം ക്യാൻസൽ. പക്ഷെ കോട്ട് 90 സീറോയാ. അപ്പോൾ ആൽഫ ബൈ കൊസീക് 1 is equal to cot 60 tan 60 root 3 cot 60 1 by root 3. cot 60 1 by root 3. നമുക്ക് ആവശ്യം എന്താണ്? കൊസീക് 1 by ആൽഫയാണ്. is equal to root 3 by 1 വരും. Squaring both sides we get answer is 3. Answer become 3. Okay. ടെലസ്കോപ്പിക് സീരീസ് സാധാരണ ചെയ്യുന്നത് പോലെ അതിനെ കട്ട് ചെയ്ത് പോകുന്നു. ഈ ടെക്നിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ക്യാൻസലേഷൻ സാധാരണ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുന്നതായിരുന്നു. അതിന് ചെറിയൊരു വ്യത്യാസം വന്നു. എങ്കിലും നമുക്ക് ഈസി കാറ്റഗറിയിൽ തന്നെ കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു 1/2 to 2 tan ഇൻവേഴ്സ് x by 2x square minus 3x plus 2. ഇത്തരം ലിമിറ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഫെമിലിയർ ആയിട്ടുള്ള ലിമിറ്റ് ആണ്. ആൽഫ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/2 to 2 tan ഇൻവേഴ്സ് x by 2x square minus 3x plus 2 dx. ഇക്വേഷൻ 1. ഇങ്ങനെ 1/2 to 2 ലിമിറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് x ഈക്വൽ ടു 1/t എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. x ഈക്വൽ ടു 1/t. dx is equal to minus 1/t square dt. So we get alpha equal to x ന് 1/t ആണ് കൊടുക്കുന്നത്. അപ്പൊ x 2 ആവുമ്പോൾ t ക്ക് 1/2 വരും. x 1/2 ആവുമ്പോൾ t ക്ക് 2 വരും. ലിമിറ്റ് നേരെ റിവേഴ്സ് ചെയ്യും. ഇവിടെ tan ഇൻവേഴ്സ് 1/t വരും ബൈ 2/t സ്ക്വയർ മൈനസ് 3/t പ്ലസ് 2 ഇൻറ്റു മൈനസ് 1/t സ്ക്വയർ dt. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റോടെ നടത്തുവാണ്. എന്താന്ന് വെച്ചാൽ ഈ മൈനസ് ഞാൻ ഇവിടെ എടുത്തിട്ട് ഈ ലിമിറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം. അപ്പൊ രണ്ടിന്റെ ലിമിറ്റ് സെയിം ആവും. ഒരു കാര്യം അത് മൈനസ് എടുത്ത് കളയുമ്പോൾ ലിമിറ്റ് റിവേഴ്സ് ആയി. രണ്ടാമത്തെ കാര്യം, ഈ വേരിയബിൾ എല്ലാം ഞാൻ എക്സിലേക്ക് മാറ്റുക. പ്രോപ്പർട്ടി പഠിക്കുന്നതാ. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1/x ബൈ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ടി സ്ക്വയർ എൽസിയം കാണും. എന്നിട്ട് ഈ ടി സ്ക്വയർ ആയിട്ട് കട്ടായി പോകും. അപ്പൊ എൽസിയം കാണുമ്പോൾ 2t സ്ക്വയർ ആണ് വരുന്നത്. അത് 2x സ്ക്വയർ ആക്കി. മൈനസ് 3t വരും, അതിനെ 3x ആക്കി. പ്ലസ് 2 ബൈ ടി സ്ക്വയർ വരും. ഈ ടി സ്ക്വയർ ആയിട്ട് കട്ടായി പോയി. വേരിയബിൾ dx. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. നെക്സ്റ്റ് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. 1 ഉം 2 ഓടെ ഞാൻ ആഡ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് സൈഡ് 2 ആൽഫ, റൈറ്റ് സൈഡ് ലിമിറ്റ് രണ്ടും ഞാൻ സെയിം ആക്കി. 1/2 to 2 tan inverse x plus tan inverse 1/x. tan inverse 1/x is cot inverse x. So tan inverse x plus cot inverse x is pi/2. Numerator is pi/2. Denominator same ആണ്. 2x square minus 3x plus 2 dx. ഇനി എന്ത് ചെയ്യും? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യും അല്ലെ? അത് ഇവിടെ ഞാൻ മുകളിലായിട്ട് എഴുതാം. 2x square minus 3x plus 2. 2 ഔട്ട്സൈഡ് എടുക്കുന്നു. x സ്ക്വയർ മൈനസ് 3/2x പ്ലസ് 1 വരുന്നു. എക്സിന്റെ
കോഎഫിഷ്യന്റ് -3/2 ആണ്. അതിന്റെ ഹാഫ് 1/2, അതിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 9/16 പ്ലസ് 9/16 ചെയ്യുന്നു, മൈനസ് 9/16 ചെയ്യുന്നു, 2 ഇൻറ്റു x മൈനസ് 3/4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7/16 എന്ന് കിട്ടുന്നു. ഈ 2 ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ വി ഗെറ്റ് 2 ആൽഫ സീക്കൽ 2. ഈ π/2 ഔട്ട് സൈഡ് വരുന്നു, by 2 ഓടെ എടുക്കുമ്പോൾ π/4 വരും. മനസ്സിലാവുന്നുണ്ടോ? 1/2 to 2 വരും, 1/x മൈനസ് 3/4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7/√7/4 ദ ഹോൾ സ്ക്വയർ dx. ഈ 2 താഴേക്ക് എന്ന് കഴിയുമ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു π/8 ഇൻറ്റു ഇന്റഗ്രേഷൻ 1/√7/4 വരും. അപ്പോൾ 4/√7 ടാൻ ഇൻവേഴ്സ് x മൈനസ് 3/4 by √7/4 from limit 1/2 to 2. Alpha is equal to π/2√7 അല്ലേ? π/2√7 ശരിയല്ലേ? π/2√7 കട്ടായി പോകുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4x മൈനസ് 3/√7 from 1/2 to 2, which is equal to π/2√7. ലിമിറ്റ് കാൽക്കുലേഷൻ കുറച്ച് സമയം ഉണ്ടെന്ന് തോന്നുന്നു. എക്സിന് 2 എടുത്തു കഴിഞ്ഞാൽ 8 മൈനസ് 3 വരും, ദാറ്റ് ഈസ് 5. ടാൻ ഇൻവേഴ്സ് ഓഫ് 5/√7 മൈനസ് 1/2 എടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് 3 വരും. 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -1 വരും. ആ മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/√7. I repeat, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് വരും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4/2 എന്ന് വരും, അത് 2 വരും. 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -1 വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഔട്ട് സൈഡ് വന്നപ്പോൾ അത് പ്ലസ് ആയി, വിച്ച് ഇസ് ഈക്വൽ ടു π/2√7. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ √7 ഇൻറ്റു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ആൽഫ. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു അല്ലേ എഴുതിയിരിക്കുന്നേ, 2 ആൽഫ √7/π. കാരണം ക്വസ്റ്റ്യനിൽ അങ്ങനെയുണ്ട്. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/√7 പ്ലസ് 1/√7 ദാറ്റ് ഈസ് 6/√7 ബൈ 1 മൈനസ് 5/7. ടാൻ ഇൻവേഴ്സ് റിസൾട്ട്. ടാൻ എപ്പുറം വന്നാൽ ടാൻ ഓഫ് 2 ആൽഫ √7/π ഈക്വൽ ടു 7 മൈനസ് 5 2/7 വരും അല്ലെ? അപ്പൊ 6/√7 ബൈ 2/7 വരും. 6/√7 ബൈ 2/7 വരും. അപ്പോ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് ടാൻ ഓഫ് 2 ആൽഫ √7/π ഈക്വൽ ടു 6/√7 ഇൻറ്റു 7/2. 7/2. That is 3√7.
3√7. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടാൻ ഓഫ് 2 ആൽഫ റൂട്ട് 7 ബൈ പൈ. ടാൻ ഓഫ് 2 ആൽഫ റൂട്ട് 7 ബൈ പൈ ഈക്വൽ ടു ദിസ്. റൂട്ട് 7 ഇൻറ്റു എന്നാണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് രണ്ട് സൈഡ് റൂട്ട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റു റൂട്ട് 7 ചെയ്യും. അപ്പോൾ റൂട്ട് 7 ഇൻറ്റു ടാൻ ഓഫ് 2 ആൽഫ റൂട്ട് 7 ബൈ പൈ ഈക്വൽ ടു 3√7 into √7, which is equal to 3 into 7. Answer become 21. ഇതും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഈസി ആയിട്ട് അല്ലേ. ആൻസർ become 21. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തത് പേപ്പർ 2 JEE അഡ്വാൻസ് 2025 പേപ്പർ 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. 8 ക്വസ്റ്റ്യൻ ആണ് ന്യൂമറിക്കൽ ഉണ്ടായിരുന്നത്. ഈ 8 ക്വസ്റ്റ്യനും ഈസി കാറ്റഗറി തന്നെയായിരുന്നു. അതേസമയം എന്ന് വെച്ചാൽ പേപ്പർ വളരെ ഈസി എന്ന് വിചാരിക്കേണ്ട. മറ്റുള്ള ടൈപ്പിൽ വരുന്നത് സിംഗിൾ ആൻസർ കറക്റ്റും മോർ ദാൻ വൺ കറക്റ്റ് എല്ലാം അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങളിത് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ 16 ക്വസ്റ്റ്യൻസ് പേപ്പർ 2 ഉണ്ടായിരുന്നുവെങ്കിൽ 8 ന്യൂമറിക്കലും ഈസി കാറ്റഗറി തന്നെ പെടുത്താവുന്നതാണ്. പിന്നെ ചിലത് വേണമെങ്കിൽ ഒരു മീഡിയം കാറ്റഗറി പെടുത്താം. സമയം ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻസിൽ മിക്കതും ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് അടുത്ത സെഷനിലൊക്കെ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.